ഇന്ന് നമ്മൾ പഠിക്കുന്നത് ടീച്ചർമാർക്ക് വേണ്ടിയിട്ടാണ്. ടീച്ചർമാർ സ്കൂളിൽ സ്റ്റുഡൻസിനോട് ഇംഗ്ലീഷ് പറയേണ്ട സാഹചര്യങ്ങളൊക്കെ വരും അല്ലേ, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട് സ്റ്റുഡൻസിനോട് ഇംഗ്ലീഷ് പറയണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ ടീച്ചേഴ്സിന് ഉപയോഗിക്കാൻ പറ്റുന്ന, പൊതുവേ ടീച്ചേഴ്സൊക്കെ യൂഷ്വലി ക്ലാസ്സിൽ കുട്ടികളോട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. കുറച്ച് സെൻറ്റൻസുകൾ നിങ്ങൾക്കത് എൻ്റെ ഒപ്പം തന്നെ പറയുക, അല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതൽ നന്നായിട്ട് നിങ്ങൾ പറയാൻ ശ്രമിക്കുക. അപ്പോൾ എന്നോടൊപ്പം തന്നെ വീണ്ടും 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 നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ടീച്ചേഴ്സ് പെട്ടെന്ന് പഠിക്കും. നിങ്ങൾ ടീച്ചർമാരാണല്ലോ എന്താണെങ്കിലും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ലെറ്റ് സ്റ്റാർട്ട് നൗ. ഇന്നലെ നമ്മൾ എവിടെ വരെയാണ് പഠിച്ചു നിർത്തിയത്? ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ടീച്ചേഴ്സ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇന്നലെ നമ്മൾ എവിടെ വരെയാണ് പഠിച്ചു നിർത്തിയത്? എങ്ങനെ ചോദിക്കും? Where did we stop learning yesterday? എങ്ങനെ ചോദിക്കണ? Where did we stop learning yesterday? പറയൂ. Where did we stop learning yesterday? എങ്ങനെ ചോദിക്കണം? Where did we stop learning yesterday? ചോദിക്കൂ. ഇന്നലെ നമ്മൾ എവിടെ വരെയാണ് പഠിച്ചു നിർത്തിയത്? നിങ്ങൾ പറയൂ. അതെ, where did we stop learning yesterday? ഒന്നുകൂടെ പറയൂ. Where did we stop learning yesterday? പഠിച്ചല്ലോ. Where did we stop learning yesterday? Where did we stop learning yesterday? ഇന്നലെ എവിടെ വരെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്? അപ്പം നമ്മൾ ഒരു തേർഡ് ലെസണിലെ സെക്കൻഡ് പാരഗ്രാഫ് ആയിരിക്കും നമ്മൾ പഠിച്ചു നിർത്തിയത്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? ദ സെക്കൻഡ് പാരഗ്രാഫ് ഓഫ് തേർഡ് ലെസൺ. അപ്പോൾ കുട്ടികളായിരിക്കും ഇതിന് മറുപടി പറയുക, ടീച്ചർ ദ സെക്കൻഡ് പാരഗ്രാഫ് ഓഫ് തേർഡ് ലെസൺ, മൂന്നാമത്തെ ലെസണിൻ്റെ രണ്ടാമത്തെ പാരഗ്രാഫ്. എങ്ങനെ പറയണം? ദ സെക്കൻഡ് പാരഗ്രാഫ് ഓഫ് തേർഡ് ലെസൺ, ദ ഫസ്റ്റ് പാരഗ്രാഫ് ഓഫ് സെക്കൻഡ് ലെസൺ. ഏതാണ് പാരഗ്രാഫ്? അത് ഏത് ലെസണിലാണെന്ന് പറയുക. ഇനി നമ്മൾ ടീച്ചേഴ്സ് ചോദിക്കുന്നുണ്ട്, നിങ്ങളത് ഓർക്കുന്നുണ്ടോ? അതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഡു യു റിമെമ്പർ ദാറ്റ്? അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഓർക്കാറുണ്ടോ? ഡു യു റിമെമ്പർ ദാറ്റ്? ഡു യു റിമെമ്പർ ദാറ്റ്? ഓർക്കുന്നുണ്ടോ? ഡു യു റിമെമ്പർ ദാറ്റ്? ഡു യു റിമെമ്പർ ദാറ്റ്? അത് നമുക്കറിയാം. ഓക്കെ, ഇനി നമുക്ക് എല്ലാവർക്കും പഠിക്കാം. പുസ്തകം എടുക്ക് നമ്മൾ പറയും അല്ലേ. നമുക്കെന്നാൽ ഇനി എല്ലാവർക്കും പഠിക്കാം. പുസ്തകം എടുക്ക് നമുക്ക് പറയും അല്ലേ. നൗ ലെറ്റ് us study. നമുക്കിനി പഠിക്കാം. നൗ ലെറ്റ് us study. എല്ലാവരും പുസ്തകം എടുത്തേ. Everyone take the text. Everyone take the book. എല്ലാവരും ബുക്ക് എടുത്തേ. Everyone take the book. Everyone take the text. ടെക്സ്റ്റ് എടുക്കുക, ബുക്ക് എടുക്കുക, എന്തെങ്കിലും എടുക്കുമെന്ന് പറയണം അല്ലേ. നൗ ലെറ്റ് us study. നൗ ലെറ്റ് us study. Everyone take the book. എങ്ങനെ പറയണം? നൗ ലെറ്റ് us study. Everyone take the book. എല്ലാവരും ബുക്ക് എടുക്കുക, നമുക്കിനി പഠിക്കാം. എങ്ങനെ പറയണം? Everyone take the book. Now let us study. നമുക്ക് പഠിക്കാം, എല്ലാവരും ബുക്ക് എടുക്കുക എന്ന് എങ്ങനെ പറയണം? Now let us study. Everyone take the book. Now let us study. Everyone take the book. ടീച്ചേഴ്സ് എൻ്റെ ഒപ്പം തന്നെ പറയണം. ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കണം. ഇനി പുസ്തകമെല്ലാം പഠിപ്പിച്ചു കഴിയുമ്പോൾ നമ്മൾ ചോദിക്കും, ഇനി ആരാണ് പുസ്തകം വായിക്കുന്നത്? ആരാണ് ഇനി പുസ്തകം വായിക്കുന്നത്? ഹു ഈസ് റീഡിങ് ദ ബുക്ക് നൗ? ആരാണിനി ബുക്ക് വായിക്കുന്നത്? പുസ്തകം ആരാണിനി വായിക്കുന്നത്? ഹു ഈസ് റീഡിങ് ദ ബുക്ക് നൗ? ഹു ഈസ് റീഡിങ് ദ ബുക്ക് നൗ? നിങ്ങൾ പറയൂ, ആരാണിനി പുസ്തകം വായിക്കുന്നത്? ചോദിക്കുക. ഹു ഈസ് റീഡിങ് ദ ബുക്ക് നൗ? ഒന്നും കൂടെ പറയൂ. അഗെയിൻ. ഹു ഈസ് റീഡിങ് ദ ബുക്ക് നൗ? ഹു ഈസ് റീഡിങ് ദ ബുക്ക് നൗ? ഹു ഈസ് റീഡിങ് ദ ബുക്ക് നൗ? ആരാണ് ഇനി ബുക്ക് വായിക്കുക? ഹു ഈസ് റീഡിങ് ദ ബുക്ക് നൗ? ഹു ഈസ് റീഡിങ് ദ ബുക്ക് നൗ? ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ വീണ്ടും പറയണം. നമ്മൾ ബോർഡിലൊക്കെ വടി ഇങ്ങനെ തൊട്ട് തൊട്ട് പറയും. ഞാൻ പറയുന്നത് നിങ്ങൾ വീണ്ടും പറയണം എന്ന് പറയും അല്ലേ. എങ്ങനെ പറയണം? യു മസ്റ്റ് റിപ്പീറ്റ് വാട്ട് ഐ ആം സേയിങ്. യു മസ്റ്റ് റിപ്പീറ്റ് വാട്ട് ഐ ആം സേയിങ്. യു മസ്റ്റ് റിപ്പീറ്റ് വാട്ട് ഐ ആം സേയിങ്. പറയുന്നു, നിങ്ങൾ പറയൂ. ഞാൻ പറയുന്നത് നിങ്ങൾ പറയണം, റിപ്പീറ്റ് ചെയ്ത് പറയണം. എങ്ങനെ പറയണം? യു സേയിങ്. അതെ, യു മസ്റ്റ് റിപ്പീറ്റ് വാട്ട് ഐ ആം സേയിങ്. വീണ്ടും. യു മസ്റ്റ് റിപ്പീറ്റ് വാട്ട് ഐ ആം സേയിങ്. ബോർഡെ തൊട്ടുകൊണ്ട് നിങ്ങൾ പറയണം, യു മസ്റ്റ് റിപ്പീറ്റ് വാട്ട് ഐ ആം സേയിങ്.
വാട്ട് ഐ ആം സെയിങ്. അതായത് ഞാൻ പറയുന്നത് നിങ്ങൾ വീണ്ടും പറയണം. ഇനി ആരൊക്കെയാണ് ഹോംവർക്ക് എഴുതാത്തത്? നമ്മൾ മാത്തമാറ്റിക്സ് ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്, ആരൊക്കെയാണ് ഹോംവർക്ക് എഴുതാത്തത്? ഹു ഡസൻറ്റ് റൈറ്റ് ഹോംവർക്ക്? ഹു ഡസൻറ്റ് റൈറ്റ് ഹോംവർക്ക്? ആരൊക്കെയാണ് ഹോംവർക്ക് എഴുതാത്തത് എങ്ങനെ ചോദിക്കണം? ഹു ഡസൻറ്റ് റൈറ്റ് ഹോംവർക്ക്? ഹു ഡസൻറ്റ് റൈറ്റ് ഹോംവർക്ക്? പറയൂ. നാണവും ചമ്മലും ഒന്നുമില്ല, നിങ്ങൾ പറയലേ നമുക്ക് രക്ഷയുള്ളൂ, അല്ലാതെ വേറെ രക്ഷ നമുക്കില്ല ഇംഗ്ലീഷ് പഠിക്കാൻ. പറയൂ. ഹു ഡസൻറ്റ് റൈറ്റ് ഹോംവർക്ക്? ഹു ഡസൻറ്റ് റൈറ്റ് ഹോംവർക്ക്? ഹു ഡസൻറ്റ് റൈറ്റ് ഹോംവർക്ക്? ഇത് നിങ്ങൾ കുറേ വട്ടം ഇതേപോലെ തന്നെ പറഞ്ഞ് പഠിക്കണം. ഇനി അടുത്ത വെള്ളിയാഴ്ച ഈ പാഠം പരീക്ഷയിടും. നമ്മൾ പറയില്ലേ, ടീച്ചേഴ്സ് പറയും അടുത്ത വെള്ളിയാഴ്ച ഈ പാഠം പരീക്ഷയിടും. ദിസ് ലെസൺ വിൽ ബി ടെസ്റ്റഡ് നെക്സ്റ്റ് ഫ്രൈഡേ. എങ്ങനെ പറയണം? ദിസ് ലെസൺ വിൽ ബി ടെസ്റ്റഡ് നെക്സ്റ്റ് ഫ്രൈഡേ. എങ്ങനെ പറയണം? ലെസൺ വിൽ ബി ടെസ്റ്റഡ് നെക്സ്റ്റ് Friday. This lesson will be tested next Friday. Dear students, this lesson will be tested next Friday. Dear students, this lesson next Friday. Okay. ഇനി നന്നായിട്ട് പഠിച്ചോണം, എല്ലാവരും നന്നായിട്ട് പഠിച്ചോണം. Everyone should study well. എല്ലാവരും നന്നായിട്ട് പഠിച്ചോണം. Everyone should study well. എല്ലാവരും നന്നായിട്ട് പഠിച്ചോണം. അത് തന്നെ, എല്ലാവരും നന്നായിട്ട് പഠിച്ചോണം. എവ്രിവൺ ഷുഡ് സ്റ്റഡി വെൽ. പറയൂ. അഗെയിൻ റിപ്പീറ്റ് ചെയ്യൂ. എവ്രിവൺ ഷുഡ് സ്റ്റഡി വെൽ. എവ്രിവൺ ഷുഡ് സ്റ്റഡി വെൽ. എല്ലാവരും നന്നായിട്ട് പഠിച്ചോണം. ഇനി ഇതുവരെ പഠിച്ചത് ആർക്കെങ്കിലും മനസ്സിലാകാത്തതുണ്ടോ? ഇതുവരെ പഠിപ്പിച്ചത് നമ്മൾ ടീച്ചേഴ്സ് ക്ലാസ്സൊക്കെ തീർന്നു കഴിയുമ്പോൾ ചോദിക്കും, ഇതുവരെ പഠിപ്പിച്ചത് ആർക്കെങ്കിലും മനസ്സിലാകാത്തതുണ്ടോ? എങ്ങനെ ചോദിക്കണം? ഈസ് ദ എനിവൺ ഹു ഡസൻറ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹാസ് ബീൻ തോട്ട് സോ ഫാർ? എങ്ങനെയാണ്? ഈസ് ദ എനിവൺ ഹു ഡസൻറ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹാസ് ബീൻ തോട്ട് സോ ഫാർ? സോ ഫാർ എന്ന് പറഞ്ഞാൽ ഇതുവരെ. അപ്പം ഇനി എങ്ങനെ പറയും? Is there anyone who doesn't understand what has been taught so far? Is there anyone who doesn't understand what has been taught so far? Again പറയൂ. Is there anyone who doesn't understand what has been taught so far? ഇനി നിങ്ങൾ പറയൂ, ഇതുവരെ പഠിച്ചത് ആർക്കെങ്കിലും മനസ്സിലാകാത്തവരുണ്ടോ? Doesn't understand taught so far. Again, is there anyone who doesn't understand what has been taught so far? Is there anyone who doesn't understand what has been taught so far? ഇതുവരെ പഠിപ്പിച്ചത് ഇനി ആർക്കെങ്കിലും മനസ്സിലാകാത്തതുണ്ടോ എന്ന് ഇത് നിങ്ങൾ കാണാതെ തന്നെ പഠിക്കുക. ഇത് ഏത് ടീച്ചേഴ്സും ഏത് ക്ലാസ്സിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കുട്ടികളോട് എങ്ങനെ ചോദിക്കണം? Is there anyone who doesn't understand what has been taught so far? അപ്പോൾ ഇന്ന് ഇത് ടീച്ചർമാർ കുട്ടികളോട് ചോദിക്കാൻ വേണ്ടി ഇത് കേട്ട് നിങ്ങൾ വീണ്ടും പഠിക്കുക. കുറേ കേട്ട് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ടീച്ചർ ക്ലാസ്സിൽ എപ്പോഴും തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കുന്നത് കുട്ടികളോട്. അത് തന്നെ എല്ലാ ദിവസവും നിങ്ങൾ ഹോംവർക്ക് എഴുതാത്ത എന്താണ്, എന്താ ബുക്ക് എടുക്കാൻ മറന്നുപോയി, ഇതൊക്കെ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും നിങ്ങൾ ഇതേപോലെ ഈ ക്ലാസ്സുകൾ ഓരോന്നായിട്ട് കേട്ട് എഗെയിൻ റിപ്പീറ്റ് ചെയ്ത് തന്നെ നിങ്ങൾ പറഞ്ഞു തന്നെ പഠിക്കണം. ഇനി ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് സ്പീക്കിംഗ് ക്ലാസ്സുകളുണ്ട്. സ്പീക്കിംഗ് ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് ജോയിൻ ആകാവുന്നതാണ്. നമ്മൾ ഈ അവധിക്കാലം ടീച്ചർമാർ വെറുതെ വീട്ടിലിരുന്നൊന്നും സമയം, നിങ്ങൾക്ക് ഒത്തിരി തിരക്കുണ്ട്, അതൊക്കെ എനിക്കറിയാം, അതൊക്കെ ഞാൻ മാനിക്കുന്നു. അതെല്ലാം മാനിച്ചുകൊണ്ട് തന്നെയും നിങ്ങളുടെ ഇംഗ്ലീഷ് ഒന്ന് നിങ്ങൾ പോളിഷ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് പേഴ്സണൽ ട്രെയിനറുടെ അടുത്ത് നിന്ന് തന്നെ ഒരു ടീച്ചർ ഒരു സ്റ്റുഡൻറ്റ് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് നന്നാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാനും നിങ്ങൾ മറക്കേണ്ട. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും കാണുന്നത് വരെ എല്ലാവരോടും നന്ദി പറയുന്നു.